മറീന ബീച്ചിലെ ജല്ലിക്കെട്ട് സമരക്കാരെ പോലീസ് ഒഴിപ്പിക്കുന്നു. പോലീസ് പിന്മാറിയില്ലെങ്കിൽ കടലിൽ ചാടുമെന്ന് സമരക്കാർ. സ്ഥലത്ത് സംഘർഷം തുടരുകയാണ്. തമിഴ്നാട്ടിലെങ്ങും വ്യാപക പ്രക്ഷോഭവുമുണ്ട്. വിവരങ്ങളുമായി സിബി ചേരുകയാണ്. സിബി, സംഘർഷത്തിന് നിലവിൽ എന്തെങ്കിലും അയവ് വന്നിട്ടുണ്ടോ? ഒപ്പം പോലീസ് നടപടി എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഗ്രീഷ്മ, തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ടുമായി നടക്കുന്ന സംഘർഷത്തിൽ ഇപ്പോഴും അയവ് വന്നിട്ടില്ല. ഇപ്പോഴും മറീന ബീച്ചിലേക്ക് പ്രതിഷേധം അലയടിച്ചു വരികയാണ്. മറീന ബീച്ചിൽ നിന്നും സമരക്കാരെ ഒഴിപ്പിക്കാനുള്ള എല്ലാ നടപടികളും പോലീസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധക്കാർ പോലീസ് ബലം പ്രയോഗിച്ചാൽ കടലിൽ ചാടുമെന്ന ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരിക്കുന്നു. ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് ഈ മറീന ബീച്ചിലേക്കുള്ള എല്ലാ കവാടങ്ങളും പോലീസ് അടച്ചിരിക്കുകയാണ്. എങ്കിലും ഈ ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് മറീന ബീച്ചിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ് പ്രതിഷേധക്കാർ, സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടങ്ങുന്ന വലിയ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ മറീന ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ബലം പ്രയോഗിച്ച് സമരക്കാരെ നീക്കുന്ന ഒരു രീതിയാണ് കാണാൻ കഴിയുന്നത്. ഇത് തുടർന്ന് ചെറിയ സംഘർഷത്തിലേക്ക് ഇത് പോകുന്നു. അതോടൊപ്പം തന്നെ മധുരയിൽ ട്രെയിനുകൾ തടഞ്ഞുകൊണ്ട് പ്രക്ഷോഭകാരികൾ മുന്നോട്ട് വന്നിരിക്കുന്നതോ, അതോടൊപ്പം തന്നെ ഡിണ്ടിഗൽ, കൃഷ്ണഗിരി, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലെല്ലാം തന്നെ സമരക്കാർ വലിയ പ്രതിഷേധം തീർത്തിരിക്കുകയാണ്. സമരക്കാരെ ബലം പ്രയോഗിച്ച് മാറ്റാനുള്ള സർക്കാരിൻ്റെ ശ്രമവും തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതേ സമയത്ത് തന്നെ തമിഴ്നാട് സർക്കാർ നിയമസഭാ സമ്മേളനത്തിൽ ഒരു ഓർഡിനൻസ് ബില്ലായി മാറ്റിക്കൊണ്ട് ഒരു നിയമം കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും പ്രതിഷേധക്കാരെ തണുപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അണ്ണാ DMK സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ജല്ലിക്കെട്ട് മാറിയിരിക്കുന്നത്. ജല്ലിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമിഴകത്ത് എല്ലായിടത്തും തന്നെ ഇപ്പോൾ വൻ പ്രതിഷേധം അലയടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രതിഷേധക്കാരെ ഇന്ന് കാലത്തെ മുതലാണ് നീക്കാൻ പോലീസ് ആരംഭിച്ചത്. ഇന്നലെ മുതൽ തന്നെ പ്രതിഷേധക്കാർ മുന്നോട്ട് വന്നിരുന്നു. ഇതിൽ ഒരു വിഭാഗം പ്രതിഷേധക്കാർ ഇന്നലെ പിന്മാറിയിരുന്നു. സർക്കാരുമായി മുഖ്യമന്ത്രി പനീർശെൽവവുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഒരു വിഭാഗം സമരക്കാർ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറിയത്. ഇവർ പ്രധാനമായും പറഞ്ഞത് മാർച്ച് 31 വരെ സുപ്രീം കോടതി വിധി വരുന്നതുവരെ, അല്ലെങ്കിൽ പാർലമെന്റ് സമ്മേളനം 2 മാസത്തേക്ക് ഇനി ഉണ്ടാവില്ല, അതുവരെ തങ്ങൾ കാത്തിരിക്കാമെന്ന ഒരു വിഭാഗം സമരക്കാർ പറയുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറായ സാഹചര്യത്തിൽ ഒരു വിഭാഗം സമരക്കാർ ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. എന്നാൽ ചില തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ ഈ പ്രതിഷേധക്കാർക്ക് ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം തണുപ്പിക്കാൻ സർക്കാരിന് കഴിയാവുന്നത്. ഇത് അണ്ണാ DMK സർക്കാരിന് വലിയ തിരിച്ചടി നൽകുകയാണ്. ഇപ്പോൾ മറീന ബീച്ചിൽ വലിയ പ്രതിഷേധം അലയടിച്ചുകൊണ്ടിരിക്കുന്നു. പോലീസിന് താങ്ങാനാവാൻ കഴിയാത്ത വിധത്തിൽ, പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ഈ പ്രതിഷേധം വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ കടലിൽ ചാടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഒരു വലിയ ജനത തന്നെ തമിഴകത്ത് വലിയ പ്രതിഷേധവുമായി വരുമ്പോൾ തമിഴ്നാട് സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ തമിഴകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രീഷ്മ, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. മറീന ബീച്ചിലെ ജല്ലിക്കെട്ട് സമരക്കാരെ പോലീസ് ഒഴിപ്പിക്കുകയാണ്. പോലീസ് പിന്മാറിയില്ലെങ്കിൽ കടലിൽ ചാടുമെന്ന് സമരക്കാർ. സ്ഥലത്ത് സംഘർഷം തുടരുകയാണ്. തമിഴ്നാട്ടിലെങ്ങും വ്യാപക പ്രക്ഷോഭവും തുടരുകയാണ്. മറീന ബീച്ചിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. സംഘർഷക്കാർ ഒരു തരത്തിലുള്ള അനുനയ ശ്രമങ്ങൾക്കും വഴങ്ങുന്നില്ലേ? ഒപ്പം തമിഴ്നാട് സർക്കാരിന്റെ മുമ്പിലുള്ള പോംവഴികൾ എന്തൊക്കെയാണ് നിലവിൽ? ഗ്രീഷ്മ, തീർച്ചയായും തമിഴ്നാട് സർക്കാരിൻ്റെ എല്ലാ സമരങ്ങളെ, ഈ പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുന്നു എന്നുള്ള വാർത്തകളാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ മണിക്കൂറുകൾ കഴിയുന്തോറും സമരക്കാർ ഇങ്ങോട്ടേക്ക് വൻ പ്രവാഹമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ സമരക്കാർ നിലയുറപ്പിച്ചുകൊണ്ട് മറീന ബീച്ചിൽ നിലയുറപ്പിച്ചുകൊണ്ട് തന്നെ വൻ പ്രതിഷേധം തന്നെ അവർ തീർത്തിരിക്കുകയാണ്. ഈ പ്രതിഷേധത്തെ മറികടക്കാൻ, ഈ പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് മാറ്റുക എന്നുള്ളത് എളുപ്പമല്ല. ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു വലിയ സന്നാഹം തന്നെ, വൻ പോലീസ് സന്നാഹം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും സമരക്കാരെ ബലം പ്രയോഗിച്ച് മാറ്റാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ സ്ത്രീകളും അടക്കമുള്ളവരാണ് മുൻനിരയിൽ ഇരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടക്കമുള്ളവർ കുടുംബത്തോടെ തന്നെ ഈ പ്രതിഷേധത്തിൽ ഒന്നുചേരുന്നു. പോലീസുകാർ പ്രതിഷേധക്കാരുമായി സംസാരിക്കാൻ ശ്രമിക്കുന്നു. ഇതിൽ ഏറ്റവും വലിയൊരു അപാകത എന്ന് പറയുന്നത് ഇവർക്ക് കൃത്യമായൊരു നേതാക്കൾ ഇല്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് സംസ്ഥാന സർക്കാരിനെയും പോലീസിനെയും കുഴപ്പിക്കുന്നത് തന്നെ. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഒരു ചർച്ച നടത്തി ഈ സമരത്തെ നിന്നും പ്രതിഷേധക്കാരെ പിന്തിരിപ്പിക്കാൻ പറ്റിയ ഒരു നേതാക്കന്മാർ ഇല്ല. ഒരു പ്രത്യേക സംഘടന നടത്തുന്ന സമരമല്ല. ഒരു തമിഴകം ഒന്നായി ഈ ഒരു പ്രതിഷേധ ഇരുമ്പായിക്കൊണ്ട് ഈ കടലിൽ, ഈ മറീന ബീച്ചിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന് ഏറ്റവും വലിയ തലവേദനയായി മാറിയിരിക്കുന്നത്.
ഒരു നേതൃത്വം ഇല്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ഒരു വിഭാഗം സമരക്കാർ ഇരുന്നു പിന്മാറിയിരുന്നു. ഈ സമര നേതാക്കളുമായി മുഖ്യമന്ത്രി ഒ പനീർശെൽവം ചർച്ച നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഇവർ പിന്മാറിയത്. എന്നാൽ ഇപ്പോൾ ഒരു വൻ പ്രതിഷേധമായി വരുമ്പോൾ ഇത് DMK പോലുള്ള പാർട്ടികൾ ഇതിനൊരു രാഷ്ട്രീയ കരുവാക്കി മാറ്റിക്കൊണ്ട് രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്തിക്കൊണ്ട് രംഗത്ത് വന്നതല്ലാതെ ഈ സമരത്തെ അന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ശ്രമങ്ങൾക്കും തിരിച്ചടിയായിരിക്കുന്നു. എന്തായാലും പ്രതിഷേധക്കാർ മറീന ബീച്ചിൽ വലിയ പ്രതിഷേധം തീർത്തിരിക്കുന്നു. തങ്ങളെ ബലം പ്രയോഗിച്ചാൽ തങ്ങൾ കടലിൽ ചാടുമെന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരിക്കുന്നു. ഇത് സർക്കാരിനെ സംബന്ധിച്ചിലും വലിയ പ്രതിരോധം സൃഷ്ടിച്ചിരിക്കുന്നു. ഒരു ജനരോഷം ഉയരുമ്പോൾ ഇവരെ ബലം പ്രയോഗിക്കുക അല്ലെങ്കിൽ അടിച്ചമർത്തുക അല്ലെങ്കിൽ ഒരു ലാത്തി ചാർജിലൂടെ ഈ സമരക്കാരെ ഒഴിപ്പിക്കുക എന്നുള്ളത് നമുക്ക് ഒട്ടും ആശ്വാസകരമല്ല. ഇത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ച ചെയ്യപ്പെടും. ഇത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മറീന ബീച്ചിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇവർ ബീച്ചിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സിബി, ഈ ഒരു ആവശ്യത്തിന് സ്ഥിരമായൊരു നിയമം വരണം എന്നൊരു ആവശ്യത്തിന് എത്രത്തോളം ഇത് അംഗീകരിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? പ്രത്യേകിച്ച് ഇന്നലെ തന്നെ 3 പേർ മരണപ്പെടുകയുണ്ടായി കാളയുടെ കുത്തേറ്റ് ജല്ലിക്കെട്ടിനിടയിൽ. ഈ ഒരു ആവശ്യം അംഗീകരിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഗ്രീഷ്മ, നിയമപരമായി നോക്കിയാൽ 2014 ജല്ലിക്കെട്ട് നിരോധിച്ചുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിട്ടത്. പ്രധാനമായും ജല്ലിക്കെട്ട് ഈ മൃഗങ്ങളെ ഉപയോഗിച്ചുള്ള ഒരു ക്രൂര വിനോദം വേണ്ട എന്നായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ്. പെറ്റ പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ മൃഗസ്നേഹികളുടെ സംഘടനകളുടെ ഹർജിയുമേലാണ് സുപ്രീം കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. 2014 ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് നിലവിൽ വന്നത്. ഇതിനെതിരെ 2016 തമിഴ്നാട് സർക്കാർ ഒരു ഹർജി കൊടുത്തെങ്കിലും അത് തള്ളുകയുണ്ടായി. തുടർന്നാണ് ഇപ്പോൾ അതിനിടയ്ക്ക് രാഷ്ട്രീയമായി പല സംഭവ വികാസങ്ങളും തമിഴ്നാട്ടിൽ അരങ്ങേറി. മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത അന്തരിച്ചു. പിന്നീട് ഒ പനീർശെൽവം മുഖ്യമന്ത്രിയായി അധികാരത്തിലേറ്റു. അതിനുശേഷം ആണ് ഇപ്പോൾ 2017 ജല്ലിക്കെട്ട് നടത്തുന്നത്. അതായത് 3 വർഷമായി മുടങ്ങിക്കിടക്കുന്ന ജല്ലിക്കെട്ട് തമിഴ്നാട്ടിൽ നടത്തണമെന്ന ആവശ്യവുമായി ഒരു വലിയ പ്രതിഷേധം, മുൻപെങ്ങും കാണാത്ത രീതിയിലുള്ള പ്രതിഷേധം തമിഴ്നാട്ടിലേക്ക് വന്നത്. ഈ കഴിഞ്ഞ 3 വർഷമായി നടത്താത്ത ജല്ലിക്കെട്ട് നടത്തിയാൽ ഇത് മുഖ്യമന്ത്രി ഒ പനീർശെൽവത്തെ സംബന്ധിച്ച് തങ്ങളുടെ പ്രതിച്ഛായയ്ക്ക് വലിയ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ കഴിയുമെന്ന് DMKക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏത് വിധേയനെയും ജല്ലിക്കെട്ട് നടത്താനുള്ള ശ്രമം നടത്തിയത്. എന്നാൽ സുപ്രീം കോടതി ഭാഗത്തു നിന്നും ഇവർക്ക് തിരിച്ചടിയുണ്ടായി. തുടർന്നാണ് തമിഴ്നാട് സർക്കാർ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചത്, കേന്ദ്ര സർക്കാരിനെ സമീപിച്ചത്. എന്നാൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജല്ലിക്കെട്ട് നിരോധനം പിൻവലിക്കാൻ അല്ലെങ്കിൽ ജല്ലിക്കെട്ടിന് അനുമതി നൽകാൻ കഴിയാത്തൊരവസ്ഥ കേന്ദ്ര സർക്കാർ പറയുകയായിരുന്നു. ഇതേ തുടർന്നാണ് സംസ്ഥാന സർക്കാർ പ്രത്യേക ഓർഡിനൻസ് വഴി ജല്ലിക്കെട്ട് നടത്താൻ തീരുമാനിച്ചത്. ഇതും നമുക്കറിയാം, പ്രത്യേകമായ ഒരു നാടകീയ സംഭവങ്ങളാണ് ഇതിലുണ്ടായത്. കഴിഞ്ഞ ഈ ശനിയാഴ്ച വൈകിട്ടോട് കൂടിയാണ്, അതായത് കോടതി അടയ്ക്കുന്ന സമയം നോക്കിയാണ് ഓർഡിനൻസ് കൊണ്ടുവന്നത്. മൃഗസ്നേഹികൾ അടക്കമുള്ളവർ കോടതിയെ സമീപിച്ച് ഈ നിയമ പോരാട്ടത്തിലേക്ക് പോകാത്ത വിധത്തിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ശനിയാഴ്ച വൈകിട്ടോടെ സംസ്ഥാന സർക്കാർ പ്രത്യേക ഓർഡിനൻസ് രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ ഇറക്കുകയായിരുന്നു. തുടർന്ന് തിങ്കളാഴ്ച ഇന്ന് കോടതി തുറക്കും. ഈ ഒരു സാഹചര്യത്തിൽ അതിനു മുമ്പ് തന്നെ ഇന്നലെ ഞായറാഴ്ച തന്നെ ജല്ലിക്കെട്ട് നടത്തിക്കൊണ്ട് തമിഴ്നാട് സർക്കാർ ഒ പനീർശെൽവം ഒരു തീരുമാനമെടുത്ത് ഇന്നലെ മധുരയിൽ അളങ്കോനെല്ലൂരിൽ ഇന്നലെ ജല്ലിക്കെട്ട് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഈ സമയത്താണ് സംസ്ഥാന സർക്കാരിന് തിരിച്ചടി നൽകിക്കൊണ്ട് ഒരു വിഭാഗം ജനങ്ങൾ തെരുവിലിറങ്ങിയത്, റോഡുകൾ ഉപരോധിച്ചത്. ഇവർ പ്രധാനമായും ആവശ്യപ്പെട്ടത് ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു ഓർഡിനൻസാണ്. തങ്ങൾക്ക് വേണ്ടത് വെറും ഓർഡിനൻസ് അല്ല, ഇത് സ്ഥിരമായ ഒരു വേദി ഒരുക്കിക്കൊണ്ടുള്ള എല്ലാ ജല്ലിക്കെട്ടിന് സ്ഥിരമായ ഒരു സംവിധാനം വേണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ്നാട്ടിൽ എങ്ങും സോഷ്യൽ മീഡിയയിൽ എല്ലാ രീതിയിലും പ്രതിഷേധം അലയടിച്ചു. ഇത് വലിയ ജനസാഗരമായി തമിഴ്നാട്ടിൽ വന്നു. കോയമ്പത്തൂരിലും മധുരയിലും അതോടൊപ്പം തന്നെ മറീന ബീച്ചിലും അങ്ങനെ ജല്ലിക്കെട്ട് നടക്കാൻ സാധ്യതയുള്ള എല്ലായിടത്തേക്കും തമിഴകം വലിയ പ്രതിഷേധവുമായി മുന്നിട്ട് വന്നു. ഇതേ തുടർന്ന് മധുരയിലെ ഉദ്ഘാടനത്തിൽ നിന്നും ഇന്നലെ രാവിലെ 11 മണിക്ക് ഉദ്ഘാടനം ചെയ്യാൻ മധുരയിൽ മുഖ്യമന്ത്രി ഒ പനീർശെൽവം എത്തിയെങ്കിലും അദ്ദേഹത്തെ സമരക്കാർ ഉദ്ഘാടന സ്ഥലത്തേക്ക് എത്തിക്കാൻ പോലും കഴിഞ്ഞില്ല. റോഡുകൾ തടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ മാർഗങ്ങളും അടച്ചുകൊണ്ട് സമരക്കാർ അവിടെ പ്രതിഷേധം തീർക്കുകയാണ് ചെയ്തത്. തുടർന്നാണ് മുഖ്യമന്ത്രി പനീർശെൽവം ഉന്നതതല യോഗം വിളിക്കുകയും പിന്നെ ചീഫ് സെക്രട്ടറി സമരക്കാരുമായി സംസാരിച്ചു. എങ്കിൽ പോലും സമരത്തിന് യാതൊരു അയവുണ്ടായില്ല. ഒടുവിൽ മധുരയിലെ ജല്ലിക്കെട്ട് ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ ഇന്നലെ തമിഴകം നിലവിൽ മറീന ബീച്ചിൽ മാത്രം ഒതുങ്ങുകയാണോ പ്രക്ഷോഭം, അതോ തമിഴ്നാടിന്റെ ജനജീവിതത്തെ ഇത്തരത്തിൽ പ്രക്ഷോഭം സാരമായി ബാധിച്ചു തുടങ്ങിയോ?
ഒരു മറീന ബീച്ചിൽ മാത്രം ഒതുങ്ങുന്ന രീതിയിലല്ല ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. കോയമ്പത്തൂരിൽ പ്രതിഷേധമുണ്ട്, മധുരയിൽ പ്രതിഷേധമുണ്ട്. ഇപ്പോൾ മധുരയിലെല്ലാം ട്രെയിനുകൾ തടഞ്ഞുകൊണ്ട് പ്രക്ഷോഭകാരികൾ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ മറീന ബീച്ചിലാണ് വൻ പ്രതിഷേധം അലയടിക്കുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ പ്രതിഷേധക്കാരെ പോലീസിന് ബലം പ്രയോഗിച്ച് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കൂടുതൽ തമിഴകത്ത് കൂടുതൽ പ്രദേശങ്ങളിൽ ഇപ്പോൾ ജല്ലിക്കെട്ട് ഇതിനെതിരെയുള്ള പ്രതിഷേധം കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡിണ്ടിഗൽ, കൃഷ്ണഗിരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും സംഘർഷാവസ്ഥയിലാണ്. കോയമ്പത്തൂരിൽ സംഘർഷാവസ്ഥയിലാണ്. മധുരയിൽ ട്രെയിനുകൾ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം തീർക്കുന്നു. ഇനി വരും മണിക്കൂറുകളിൽ ചിലപ്പോൾ എല്ലാ ഗതാഗതവും സ്തംഭിപ്പിച്ചുകൊണ്ടൊരു വലിയ പ്രതിഷേധത്തിലേക്കാണ് തമിഴകം പോയിക്കൊണ്ടിരിക്കുന്നത്. തമിഴകത്തിന് അതിവൈകാരികമായ ഒരു പ്രതിഷേധം തന്നെ നമുക്ക് വീണ്ടും കാണാൻ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ജല്ലിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം പോലീസിന് ബലം പ്രയോഗിച്ച് മാറ്റാൻ കഴിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഈ സമരത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ കഴിയാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇതിന് മറ്റൊരു രാഷ്ട്രീയ മാനം കൂടി ഉള്ളതുകൊണ്ട് സംസ്ഥാന സർക്കാർ വളരെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഗ്രീഷ്മ, സിബി ദയവായി തുടരുക. നമുക്ക് മറീന ബീച്ചിലെ ജല്ലിക്കെട്ട് സമരക്കാരെ പോലീസ് ഒഴിപ്പിക്കുന്നു. പോലീസ് പിന്മാറിയില്ലെങ്കിൽ കടലിൽ ചാടുമെന്ന് സമരക്കാർ. സ്ഥലത്ത് സംഘർഷം തുടരുകയാണ്. മറീന ബീച്ചിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. அமைதியான முறையில் அறவழியில் நாங்கள் போராட்டம் நடத்தி அமைதியான முறையில் செய்து கொண்டிருந்தோம். அது எங்கள் உரிமை. அதை காவலர்கள் அத்துமீறி அடித்து பெண்களை குழந்தைகளையும் கூட பாருங்க. ശ്രീ ഫക്രുദ്ദീൻ അലി കൂടി ചേരുകയാണ് ഇപ്പോൾ. ശ്രീ ഫക്രുദ്ദീൻ അലി, 2000 വർഷം പഴക്കമുള്ള ഒരു ആചാരം അത് നിലനിർത്തണം, ഇത് തങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് തമിഴ് ജനത തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നു. ഇവരുടെ ആവശ്യത്തിന് വ്യക്തമായ ഒരു ന്യായീകരണമുണ്ടോ, അതോ വൈകാരികമായ ഒരു പ്രതിഷേധം മാത്രമായി ഇതിനെ കാണാനാകുമോ? അല്ല, ഇത് രണ്ടും കൂടെയാണ്. ഒന്ന് വൈകാരികമാണ്. ഈ വൈകാരികതയിൽ തന്നെയാണ് ഇതിന്റെ രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് ഒളിച്ചേർന്നിരിക്കുന്നത്. തമിഴ് ജനത എന്ന് വെച്ചാൽ അവര് നമ്മളെ നാഷണൽ മെയിൻ സ്ട്രീമിൽ നിൽക്കുമ്പോൾ തന്നെ നാഷണൽ മെയിൻ സ്ട്രീമിൽ വ്യത്യസ്തമായി വേറെ ഒരു സാംസ്കാരിക ധാര അതിശക്തമായി പിന്തുടരുന്നവരാണ് എന്ന് കരുതുന്നവരാണ്. ഒരുപക്ഷെ നമ്മൾ പഠിച്ചു വരുന്നത് നമ്മൾ മൂന്നാമത്തെ സംഘത്തെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഒന്നാമത്തെയും രണ്ടാമത്തെ സംഘമുണ്ട്. അതിൽ ഒന്നാമത്തെ സംഘത്തിലാണെന്ന് തോന്നുന്നു ശിവൻ മഹാദേവൻ തന്നെയാണ് അധ്യക്ഷനായിരിക്കുന്നതും. മഹാദേവൻ അധ്യക്ഷനായിരിക്കുന്ന അത് കൂടുതൽ ലെമൂരിയ എന്ന് പറഞ്ഞ വലിയൊരു ഐലൻഡാണ്. ഈ ഐലൻഡ് എന്ന് വെച്ചാൽ ഇന്നത്തെ ഇന്തോനേഷ്യ, പപ്പുവ ന്യൂഗിനിയ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സൗത്ത് ഇന്ത്യ ഇതെല്ലാം കൂടിയുള്ള വലിയൊരു ഐലൻഡാണ്. ഇവിടെയുള്ള മഹത്തായ ഒരു സംസ്കൃതിയാണ് തങ്ങളെന്നും ഇന്ന് അതിൻ്റെ പിന്തുടർച്ചാവകാശി തങ്ങളാണെന്നും അത് സോക്കോൾഡ് ഉത്തരേന്ത്യയിലെ ആര്യൻ സിവിലൈസേഷനെക്കാട്ടും അപ്പുറത്താണ് എന്നുള്ള ഒരു തരം വിശ്വാസവും അതിന് കുറച്ചൊക്കെ ഒരു തിയററ്റിക്കലായിട്ടുള്ള ഒരു എന്താ പറയുക എംപെരിക്കലായിട്ടുള്ള ഡാറ്റകളൊക്കെ അതിന് ഭാഗമായിട്ട് അവർ കൊണ്ടുവരുന്നുണ്ട്. അവർ വിശ്വസിക്കുന്ന ആളുകളാണ്. അത് തന്നെയാണ് ദ്രവീഡിയൻ പൊളിറ്റിക്സിന്റെ അടിസ്ഥാനം. അപ്പം ഇതിന്റെ ഭാഗമായിട്ടാണ് ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ സംസ്കാരത്തെ അടിച്ചമർത്താൻ നോക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 60കളും മറ്റ് ഹിന്ദി വിരുദ്ധ വികാരം ഉണ്ടാകുകയും അങ്ങനെ തമിഴ്നാട്ടിന് മാത്രമേ ഹിന്ദി പഠിക്കേണ്ട എന്നുള്ള രീതിയിലുള്ള സിലബസുകൾ വരികയും ചെയ്തത്. ഇതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇന്ന് നടക്കുന്ന ഈ സമരം എന്ന് നമ്മൾ നോക്കിക്കാണേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ഈ സാംസ്കാരിക ധാരയുടെ ഇവർ പറയുന്ന 2000 അല്ലെങ്കിൽ 4000 വർഷമായ പഴക്കമുള്ള ലെമൂരിയൻ ഐലൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാംസ്കാരിക ധാരയുടെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ട്രഡീഷനാണ് ഈ ജല്ലിക്കെട്ട് എന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെതായ ചരിത്രത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് കൃത്യമായി അസേർട്ട് ചെയ്യാൻ പറ്റാത്തതുപോലെ ഇത് ലെമൂരിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇൻഡസ് സിവിലൈസേഷനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ നമുക്കറിയില്ല. ഏതായാലും നമുക്ക് അറിയുന്നിടത്ത് കാലത്ത് സംഘ ലിറ്ററേച്ചർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ 2000 വർഷത്തെ പഴക്കമെങ്കിലും ഈ ഒരു ആചാരത്തിനുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പം കുംഭമേളയുമായി ബന്ധപ്പെട്ടിട്ട് എത്ര ആളുകൾ ഓരോ തവണയും മരിക്കുന്നുണ്ട് ഈ തിരക്കിൻ്റെ ഇടയിൽ? അതിനെതിരെ എന്തുകൊണ്ട് നിയമനിർമ്മാണം വരുന്നില്ല? മറ്റൊരു പല തീർത്ഥാടന കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ? എന്തുകൊണ്ട് അതിനൊന്നും ആ രീതിയിൽ നിയന്ത്രണം വരുന്നില്ല? എന്തുകൊണ്ട് ഞങ്ങളുടെ ഈ ആചാരത്തിന് മേലെ സുപ്രീം കോടതി അതുപോലെ തന്നെ സുപ്രീം കോടതി ചാടിക്കറി ഇടപെടുന്നു? അതുപോലെ ദേശീയ മാധ്യമങ്ങൾ അതിശക്തമായിട്ട് ഞങ്ങൾക്കെതിരെയുള്ള ഈ പ്രൊപ്പഗാൻഡ അയച്ചുവിടുന്നു. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് പല വിഷയങ്ങൾ ഈ ജല്ലിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പല സമയത്തും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റുകൾ ഒരു എന്താ പറയുക മെല്ലപ്പോക്ക് സമീപനം സ്വീകരിക്കുന്നു. ഇതെല്ലാം തന്നെ ദ്രാവിഡന്റെ ഐഡന്റിറ്റിക്ക് നേരെയുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് ഇവർ കാണുന്നത്. ഞാനത് മുമ്പേ ആ ജയലളിതയുടെ മരണത്തിന്റെ സമയത്തും പറഞ്ഞിട്ടുണ്ട്. ദേശീയ പാർട്ടികൾ ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തമിഴ്നാട്ടിൽ ഇടിച്ചു കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ അമർത്തി വെച്ചിരിക്കുന്ന ദ്രവീഡിയൻ സീൽ ആ ഒരു വികാരം പുറത്തിയാടുകയും അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ആയി മാറുകയും ചെയ്യുന്നുള്ളത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ്. ജല്ലിക്കെട്ടുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ
ഇപ്പം നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ സ്റ്റേറ്റിൽ നിന്ന് ഒരു യൂണിറ്ററി സ്റ്റേറ്റ് എന്ന രീതിയിൽ ഇപ്പം പുതിയ ഈ പറയുന്ന ഈ എന്താ പറയുക ഈ പുതിയ ഇതുണ്ടല്ലോ നികുതി സംവിധാനമൊക്കെ വന്നപ്പം ഇപ്പോൾ അതുപോലെ സെൻട്രൽ അതിശക്തമായ ഗവൺമെൻറ് വന്നപ്പോൾ യൂണിറ്ററി സ്റ്റേറ്റ് എന്ന രീതിയിൽ പതൊക്കെ ഫോമുലേറ്റ് ചെയ്യുമ്പോൾ ഫെഡറലിസത്തിൻ്റെ തായ്വേരുകൾ അണ്ടർമൈൻ ചെയ്യപ്പെടുന്നു എന്ന് തോന്നില്ല, അത് അവഗണിക്കപ്പെടുന്നു എന്ന് തോന്നില്ല. ഈ ഫെഡറലിസമാണ് വിവിധ സംസ്ഥാനങ്ങൾ നമ്മൾ ദേശീയ മുഖ്യധാരയുടെ ഭാഗമായി കൂട്ടിനിർത്തുന്നത്. ഇതെല്ലാം തന്നെ ഈ ജല്ലിക്കെട്ട് എന്നുള്ള അതിശക്തമായ ഒരു സിംബലിലൂടെ സ്റ്റാലിൻ സംസാരിക്കും. விவசாயிகளுடைய தற்கொலை 200 സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. തുടരാം. അപ്പോൾ ഇതാണ് നമ്മൾ ഈ രീതിയിലുള്ള പല പ്രശ്നങ്ങൾ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന ചരിത്രപരമായ പ്രശ്നങ്ങൾ, രാഷ്ട്രീയമായിട്ട് പ്രശ്നം, സമകാലികമായിട്ട് പിന്നെ ഇവരിപ്പം കർഷകരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ പിന്നെ കൊയ്ത്തു മോശമായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഈർഷ്യമുണ്ട് അവരുടെ മനസ്സിൽ. അതുപോലെ തന്നെ ജയലളിതയുടെ മരണം സൃഷ്ടിച്ച ഒരു ശൂന്യതയുണ്ട്, കരുണാനിധിയുടെ ഒരു പ്രായാധിക്യം സൃഷ്ടിച്ച ഒരു വാക്കുമുണ്ട്. ഇതെല്ലാം തന്നെ പല രീതിയിൽ അടക്കി വെച്ചിരിക്കുന്ന പല പ്രശ്നങ്ങൾ അതിശക്തമായൊരു സിമ്പലിലൂടെ പുറത്തു കിടക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് വെച്ചാൽ ഈ രീതിയിൽ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദേശീയമായ നേഷണൽ ഇൻ്റഗ്രേഷൻ തന്നെ വലിയൊരു പ്രശ്നമായി മാറുന്ന കാര്യമാണ്. കാരണം ഇവിടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവർ യാതൊരു തരത്തിൽ അക്രമത്തിനും തയ്യാറാണ്. തമിഴ്നാട് നമ്മൾ അങ്ങനെ അല്ല കണ്ടത്. ഒരു ബന്ദ് നടത്തി അതിന് പുറത്ത് പെൺകുട്ടികളുടെ പിന്നെ കോളേജ് ബസ് കത്തിച്ച സ്ഥലമാണ് തമിഴ്നാട്. പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ കാവേരി ജലവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളെ പുറത്ത് കർണാടകക്കാരുടെയും കേരളക്കാരുടെയും ഷോപ്പുകൾ അടിച്ചു പൊളിക്കുക വലിയ അക്രമങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പ്രദേശമാണ്. പക്ഷേ ഈ സമരം ഇതുവരെ വളരെ സമാധാനപരമായി പോയിക്കൊണ്ട സമരമാണ്. ഭരണകൂടത്തിനെതിരെ ഒരു വെല്ലുവിളി ഉയർത്താതെ പോയിക്കൊണ്ടിരിക്കുന്ന സമരമാണ്. ഇങ്ങനത്തെ ഒരു സമരത്തെ സ്വാഭാവികമായിട്ട് പോലീസിന് ഒരു പരിധി കഴിഞ്ഞാൽ ഇടപെടേണ്ടി വരും. അപ്പോൾ പോലീസ് ഇടപെടുന്ന സമയത്ത് അടിച്ചമർത്തലുണ്ടാവും. ഇങ്ങനെയുള്ള സമാധാനപരമായ ഇന്നത്തെ ഒരു സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവിക സമരക്കാർക്ക് അനുകൂലമായിട്ട് വികാരം ഉണ്ടാവും. വളരെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് അതിന്റെ പരിമിതിയിലുള്ളിൽ നിന്നുകൊണ്ട് ഫെഡറൽ സംവിധാനത്തിനുള്ളിൽ ദയവായി തുടരുക. ഇപ്പോൾ സ്റ്റാലിൻ സംസാരിക്കുകയാണ്. ஈடுபட்டிருப்பதை தொடர்ந்து திராவிட முன்னேற்ற உள்ளிட்ட பல்வேறு கட்சிகள் அதை சுட்டிக்காட்டிக் கொண்டிருக்கிறது. இதுவரையில் அரசு என்ன நடவடிக்கை எடுத்திருக்கிறது என்பது விளங்கிடவில்லை. மத்திய அரசினுடைய நீட் தேர்வு, புதிய கல்விக் கொள்கை திட்டம், வர்தா புயல் போன்ற எத்தனையோ பிரச்சனைகள் இருக்கிற நேரத்தில் இந்த கவர்னர் உரை என்பது ஏதோ ஒரு சம்பிரதாயத்திற்காக நடைபெறக்கூடிய உரையாக அமைந்திருக்கிறது இல்லாமல் வேறல்ல. எனவே இதையெல்லாம் சுட்டிக்காட்டக்கூடிய வகையில் ஆளுநர் உரையை இன்றைக்கு நாங்கள் புறக்கணித்து திராவிட முன்னேற்ற கழகத்தின் சார்பில் வெளிநடப்பு செய்திருக்கிறோம். கூட்டத்தொடர்ல ஜல்லிக்கட்டுக்கான அவசர சட்ட மசோதா கொண்டு வர போறாங்க. அந்த வாக்கெடுப்புல நீங்க கலந்துக்குவீங்களா? அதாவது டேபிள் அஜெண்டா வச்சிருக்கிறாங்க. இது குறித்து கவர்னர் உரை முடிந்ததற்கு பிறகு ஒருவேளை அலுவல் ஆய்வு குழு கூட்டம் நடைபெறவிருக்கிறது. அந்த கூட்டத்தில் இது பற்றி விவாதிக்கப்படுகிற போது என்ன நிலை, எந்த சூழ்நிலையில் இதை எடுக்கிறார்கள், இதை பற்றி விவாதிக்கக்கூடிய நேரம் ஒதுக்கப்படுகிறதா என்பது குறித்து அதில் பேசப்படும். அதற்கு பிறகு நாங்கள் முடிவு செய்வோம். அதாவது இந்த போராட்டத்தை ஒரே வரியில் சொல்லணும்னா, தமிழகத்தில் இருக்கக்கூடிய அதிமுக ஆட்சி அதை கையாளுவதில் தவறிவிட்டது என்பதுதான் முக்கியம். மாணவர்கள், பெற்றோர்கள், குழந்தைகள் அத்தனை பேருமே இந்த போராட்டத்தில் மெரினா கடற்கரையில் அந்த போராட்டத்தில் ஈடுபட்டிருக்கிறார்கள். எனவே அவர்களோடு பேச்சுவார்த்தை இந்த அரசு நடத்தியிருக்க வேண்டும். எதிர்க்கட்சி தலைவர் என்கிற முறையிலே நான் பலமுறை மாண்புமிகு முதலமைச்சர் OPS அவர்களுக்கு பலமுறை வேண்டுகோளாக எடுத்து வைத்திருக்கிறேன். தயவு கூர்ந்து போராட்டத்தில் ஈடுபட்டிருக்கக்கூடிய மாணவர்களை, இளைஞர்களுடைய பிரதிநிதிகளை எல்லாம் நீங்கள் சந்தித்து பேச வேண்டும். அவசர சட்டம் நிறைவேற்ற இருக்கிறோம் என்று சொல்லுகிறீர்கள், மகிழ்ச்சிதான், வரவேற்கிறோம். ஆனால் அது எந்த நிலையிலே நிறைவேற்றப்படவிருக்கிறது என்பதை மாணவர்களிடத்திலே நேரடியாக சென்று அவர் விளக்கியிருந்தால் நிச்சயமாக அவர்களாகவே கலைந்து சென்றிருப்பார்கள், போராட்டத்தை நிறுத்தியிருப்பார்கள். ஆனால் இந்த அரசு தவறிவிட்ட காரணத்தால் தான் தொடர்ந்து அவர்கள் போராட வேண்டிய ஒரு சூழ்நிலை வந்துவிட்டது.
ஆக அப்படிப்பட்ட நேரத்தில் அவர்களை அப்புறப்படுத்துகிற முயற்சிகளை இன்று காலையிலிருந்து காவல்துறை ஈடுபட்டிருப்பது வேடிக்கையாக இருக்கிறது, வேதனையாக இருக்கிறது. 2 நாட்கள் மன்னிக்கவும் 2 மணி நேரம் எங்களுக்கு அவகாசம் தாருங்கள், நாங்களாகவே கலந்து செல்கிறோம் என்று மாணவர்கள் எத்தனையோ முறை முயற்சித்திருக்கிறார்கள், போராடி இருக்கிறார்கள், வாதாடி இருக்கிறார்கள். ஆனால்